പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ വടക്കൻ ഗസയിലും ഖാൻ യൂനിസിലുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ 44 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. മരണസംഖ്യ ഇതിനകം ഗസയിൽ 1100 കടക്കുന്നു. കൊല്ലപ്പെടുന്നവരിൽ ഈ 1100-ൽ 400-ഓളം പേർ കുട്ടികളാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്താ സാഹചര്യം. നമ്മൾ ഈ ദൃശ്യങ്ങൾ ഗസയിൽ നിന്ന് പകർത്തപ്പെടുന്ന ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിക്കേൽക്കുന്നതും മരിച്ചു വീഴുന്നതുമൊക്കെ കൂടുതലും കുട്ടികളാണ് എന്നുള്ളതാണ്. അതേസമയം ഈ ടെന്റ് ക്യാമ്പുകളൊക്കെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടക്കുന്നത്. അതുപോലെ കരയാക്രമണവും അതിശക്തമായി തുടരുന്നു. പലയിടങ്ങളിൽ ഒഴിഞ്ഞു പോകാൻ, പ്രത്യേകിച്ച് വടക്കൻ ഗസ, ഖാൻ യൂനിസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ, അന്ത്യശാസനങ്ങളൊക്കെ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു വെടിനിർത്തൽ സാധ്യതയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഏറ്റവും ഒടുവിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. പക്ഷേ അത് ഈജിപ്ത് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ഇസ്രായേൽ അംഗീകരിച്ചില്ല എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് പെരുന്നാൾ ദിവസം പോലും ഗസയിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ, അവിടുത്തെ മനുഷ്യർക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളും ബോംബിങ്ങും ഒക്കെ നടന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിലൊന്ന് ഒരു UN-ന്റെ ഒരു ക്ലിനിക്കിന് മുകളിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണമാണ്. ആ ആക്രമണത്തിൽ ഏതാണ്ട് 22 പേരാണ് മരിച്ചത്. അതിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ് എന്നുള്ള വാർത്ത. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെയും പറയാറുണ്ട്, ഈ പ്രതിഷേധത്തിനും അപലപിക്കലിനുമൊന്നും ഒരു കുറവുമില്ല. ഇപ്പൊ UN അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും മനുഷ്യത്വരഹിതമല്ലാത്ത എന്ത് കാര്യമാണ് ഗസയിൽ നടക്കുന്നത് എന്ന്. അപ്പൊ ആ നിലയ്ക്കുള്ള ആക്രമണം അവിടെ തുടരുന്നു എന്നുള്ള വാർത്ത. അതേസമയം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ഈ റെഡ് ക്രസന്റിന്റെ, അതിൽ ഒരു UN ജീവനക്കാരനുമുണ്ട്. 15 രക്ഷാപ്രവർത്തകരുടെ ഒരു ആംബുലൻസ് അടക്കം കൊന്നുകുഴിച്ചു മൂടി എന്നുള്ള വാർത്ത. അപ്പോൾ ഇതിനോടൊക്കെ UN-ഉം മറ്റ് അന്താരാഷ്ട്ര സമൂഹവും ഒക്കെ പ്രതികരിക്കുന്നത് ഇത് മനുഷ്യത്വരഹിതമായ സംഭവമാണ് എന്ന് തന്നെയാണ്. അതേസമയം ഈ ഗസയിൽ ഇങ്ങനെ ആക്രമണം തുടരുമ്പോൾ യമനിലേക്ക് അമേരിക്ക നടത്തുന്ന ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിശക്തമായി തുടരുകയാണ്. 36 കേന്ദ്രങ്ങളിലേക്ക്, അതായത് തലസ്ഥാനമായ സനയിലടക്കം 36 കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ്. ആ വാർത്ത വരുന്നതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു വാർത്തയാണ് യമൻ അവരുടെ തദ്ദേശീയമായ ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ 17ാമത്തെ ഡ്രോണും വെടിവെച്ചിട്ടു. US MQ-9A എന്ന് പറയുന്ന ഡ്രോണാണ് ഏറ്റവും ഒടുവിൽ അവർ വെടിവെച്ചിട്ടത്. അപ്പോ സാധാ നഗരത്തിലും, സനയിൽ മാത്രമല്ല സാധാ നഗരത്തിലും അതിശക്തമായ ആക്രമണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്തയാണ് USS ഹാരി ട്രൂമാൻ എന്ന ഭീമാകാരനായ പടക്കപ്പലിനു നേരെ യമൻ സേന നടത്തുന്ന അതിശക്തമായ ആക്രമണം അത് തുടരുകയാണ് എന്നുള്ള വാർത്ത വരുന്നു. നമുക്കറിയാം ലബനനിലും സിറിയയിലുമൊക്കെ ഇസ്രായേൽ സമാനമായ രീതിയിൽ തന്നെയുള്ള വലിയ ആക്രമണം നടത്തുന്നുണ്ട്. ആക്രമണങ്ങളൊക്കെ തുടരുന്നുമുണ്ട്. അതേസമയം ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായ കാര്യമാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു. ഇറാന് ആദ്യത്തെ അന്ത്യശാസനം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ അന്ത്യശാസനം പ്രകാരം 2 ആഴ്ചയോ മറ്റോ അദ്ദേഹം സമയം കൊടുത്തിരിക്കുന്നത്. ഈ 2 ആഴ്ച അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ ഈ കത്ത് കൊടുത്ത സമയം മുതലാണോ, കത്തിന് ഇറാൻ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു, ആ മറുപടി നൽകിയതിന് ശേഷമാണോ, ഒമാൻ വഴിയാണ് മറുപടി നൽകിയതിന് ശേഷമാണോ ഈ അന്ത്യശാസനം എന്നൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്, ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇറാൻ കണ്ടിട്ടില്ലാത്ത, ഇറാന് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ ബോംബിംഗ് ഇറാനിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊന്ന് റഷ്യയാണ്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഇല്ലീഗലും അൺഅക്സെപ്റ്റബിളുമാണ് ഇറാന് എതിരെ നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ, ട്രംപിന്റെ പ്രഖ്യാപനത്തോടാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ ഷറക്കോവ, റഷ്യയുടെ വിദേശകാര്യ വക്താവ് പറയുന്നത് ഇറാന് സമാധാനപരമായി ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അതിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ ട്രംപിന്റെ ആ ഒരു പരാമർശം, അല്ലെങ്കിൽ ട്രംപ് നടത്തുന്ന വെല്ലുവിളിയൊക്കെ, അതിനൊക്കെ എതിരായ ശക്തമായ ഒരു നിലപാട് ഇറാന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ട്, ട്രംപിനെതിരായിട്ട് റഷ്യ സ്വീകരിക്കുന്നു. നേരത്തെയൊക്കെ ചൈനയും ഒക്കെ അത്തരത്തിലുള്ള സമാനമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ അതേസമയം ഈ ഇറാനിൽ നിന്ന് സത്യത്തിൽ ട്രംപിനെ ഇറാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വീണ്ടും ആവർത്തിച്ച്
പറയുന്നുണ്ടായിരുന്നു. ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ തയ്യാറാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് വിശ്വാസ്യതയില്ല, ഡൊണാൾഡ് ട്രംപിന് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണമൊക്കെ നമ്മൾ വീണ്ടും അതിലേക്ക് പോകണ്ടല്ലോ. 2015 ഉണ്ടാക്കിയ കരാർ 2018 ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപ് ആദ്യത്തെ ടേമിൽ ട്രംപ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു കരാറിലേക്ക് പിന്നെ വീണ്ടും പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ഖമനി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അങ്ങനെ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ പിന്നെ അമേരിക്ക ഉണ്ടാകില്ല, അമേരിക്കയുടെ കാര്യം ഇറാൻ തീരുമാനമാക്കും. അപ്പൊ അതിന് മറുപടി, ട്രംപിന്റെ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് ഇറാൻ അവരുടെ മിസൈൽ നഗരമൊക്കെ, മിസൈൽ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന മിസൈൽ നഗരമൊക്കെ തുറന്നിട്ടു. അമേരിക്കയുടെ ഏത് ടാർഗറ്റിലേക്കും നിറയൊഴിക്കാൻ അല്ലെങ്കിൽ മിസൈലുകൾ തൊടുത്തുവിടാൻ ശേഷിയുള്ള സംവിധാനം ഇറാനുണ്ട്. അതുകൊണ്ട് ഇറാന് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഒട്ടും സുഖകരമായിരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തങ്ങളുടെ എയർ ബേസുകൾ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്രങ്ങൾ, തങ്ങളുടെ ഭൂമിയോ ആകാശമോ തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് ഈ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC കൺട്രീസ്, കുവൈറ്റ് ഇന്ന് അത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ കൃത്യമായിട്ടും അവർക്ക് ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ഇറാൻ എന്ന് പറയുമ്പോൾ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്, ചൈനയുമായിട്ട് നല്ല ബന്ധമാണ്, വടക്കൻ കൊറിയയുമായിട്ടും സൗദി അറേബ്യയുമായിട്ടും ഇന്ത്യയുമായിട്ട് പോലും വളരെ നല്ല ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പം മുൻപൊക്കെ ഉള്ള ഗൾഫ് യുദ്ധങ്ങളുടെയൊക്കെ ഒരു ചരിത്രവുമായിട്ട് നമുക്ക് ഇപ്പോൾ ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഭീഷണിയെ നമുക്ക് ഒരു കാരണവശാലും കൂട്ടി വായിക്കാൻ പറ്റില്ല. കാരണം ഇറാൻ ആ നിലയ്ക്ക് ഓരോ ദിവസവും അവരുടെ നയതന്ത്രപരമായ അവരുടെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങളെ നിരന്തരമായി അവരുടെ ടെന്റ് ക്യാമ്പുകളിലേക്ക് പോലും ബോംബിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലാണ്. അവിടെ അദ്ദേഹം വേണമെങ്കിൽ ഉല്ലാസത്തിലാണ് എന്നൊക്കെ പറയാം. ഹംഗേറിയൻ പ്രധാനമന്ത്രിയുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുകയാണ്. ഹംഗറിയുടെ പ്രധാനമന്ത്രിയെ നെതന്യാഹു പുകഴ്ത്തുന്നു, നെതന്യാഹുവിനെ ഹംഗറിയുടെ പ്രധാനമന്ത്രി പുകഴ്ത്തുന്നു. അതേസമയം തന്നെ അത്ര വലിയ ഉല്ലാസത്തിലാണോ നെതന്യാഹു എന്ന് ചോദിച്ചാൽ ഒട്ടുമേ ഉല്ലാസത്തിലല്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നെതന്യാഹുവിന്റെ എയ്ഡുകളെ എന്ന് പറയാം, വിശ്വസ്തരെ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ സൈനിക വക്താവ്, അതുപോലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന, അതിന് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന 2 പേരെ ഇസ്രായേൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡിറ്റൻഷൻ, അവരുടെ കസ്റ്റഡി 24 മണിക്കൂർ കൂടി നീട്ടിയിട്ടുണ്ട്. ഇവർ 2 പേരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നെതന്യാഹു ശരിക്കും പറഞ്ഞാൽ ഗസയിൽ ഇപ്പോൾ ശേഷിക്കുന്ന ബന്ദികളുടെ കാര്യമൊക്കെ മറന്നിട്ട് അദ്ദേഹം ഇപ്പോൾ തന്റെ ബന്ദികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് തന്റെ വിശ്വസ്തരെ ഇസ്രായേൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അവരെ ബന്ദിയാക്കിയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞാൻ പെട്ടെന്ന് ഇതിനിടയിലേക്ക് വിട്ടുപോയ ചില കാര്യങ്ങൾ, അതായത് ഇറാൻ ഈ ട്രംപിന്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചൊരു രീതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് അതിനൊരു വല്ലാത്ത വെല്ലുവിളിയുടെ സ്വഭാവമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ഡു വാട്ട് എവർ ദ ഹെൽ യു ക്യാൻ എന്നാണ്. എപ്പോഴും ട്രംപ് ഉപയോഗിക്കുന്ന ആ ഹെൽ എന്ന് പറയുന്ന പദം കടമെടുത്തുകൊണ്ട് എന്ത് നരകം വേണമെങ്കിലും താങ്കൾ ചെയ്തോളൂ എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞിരുന്നു, ഇസ്രയേലിന്റെ കാര്യം അമേരിക്ക നോക്കണ്ട, ഇസ്രയേലിന്റെ കാര്യം നോക്കാൻ ഇസ്രയേലിനറിയാം, അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ പ്രസിഡന്റ് ആവേണ്ട, അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ മതി എന്ന് കൃത്യമായിട്ടും മസൂദ് പെസഷ്കിയാനും ആ ഒരു സൂചനയിൽ സംസാരിച്ചിരുന്നു. അതുപോലെ അബ്ബാസ് അറാഖ്ചിയുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മറുപടി കൊടുത്ത മറുപടിയിലും കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. ഈ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് മാക്സിമം ഡിഫീറ്റ് ആണ്. മാക്സിമം പ്രഷർ നിലനിർത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകളൊക്കെ ഒപ്പിട്ട് വീണ്ടും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ടോക്കിന് ഞങ്ങൾ തയ്യാറല്ല, വേണമെങ്കിൽ നമുക്ക് പരോക്ഷമായി സംസാരിക്കാം, അല്ലാതെ നേരിട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ മറുപടി ഇറാൻ ഒമാൻ വഴി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ അവിടുത്തെ ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അദ്ദേഹം ഈ നെതന്യാഹുവിനെ ക്ഷണിച്ച ശേഷം ഇന്നിപ്പോൾ ഹംഗറിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്ന് ICCയിൽ നിന്ന് ഹംഗറി പിൻവാങ്ങുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കുറേയധികം ഈ ഹംഗറിയുടെ പ്രധാനമന്ത്രി കുറേയധികം ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജനാധിപത്യം ഒന്നുമല്ല നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ എലി ഫെൽസ്റ്റീൻ, അദ്ദേഹത്തിന്റെ നെതന്യാഹുവിന്റെ മുൻ സൈനിക വക്താവ്, അതുപോലെ ജൊനാഥൻ യൂറിച്ച്,
ഈ രണ്ടുപേരെയും അവിടുത്തെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ ആദ്യം ഈ രണ്ടുപേരെയും മാറ്റിയിരുത്തിക്കൊണ്ട്, നമ്മുടെ കേരള പോലീസിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്, രണ്ടുപേരെയും രണ്ടിടത്തായി ഇരുത്തിക്കൊണ്ടുള്ള ഇന്ററോഗേഷനാണ്. ആ ഇന്ററോഗേഷനിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ രണ്ടുപേരും ഖത്തറുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് രണ്ടുപേരെയും പിന്നീട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യിക്കുന്ന ഒരു സാഹചര്യം, അവിടെ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, യൂറിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞത്, ഖത്തറിനെ കുറിച്ച് പറഞ്ഞത്, ഖത്തർ ശത്രു രാജ്യമല്ല, ഖത്തർ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു മികച്ച രാജ്യമാണ് എന്നൊക്കെയുള്ള തരത്തിൽ, അതുപോലെ തന്റെ വിശ്വസ്തരെ അവിടുത്തെ പോലീസ് ബന്ദികളാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് നെതന്യാഹു പറഞ്ഞിരുന്നത്. അതേസമയം ഈ IDF ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിയിട്ട് അവിടെ ഈ നോവ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുറേയധികം പേരെ ബന്ദിയാക്കുകയും അതുപോലെ കുറെ പേര് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ നോവ ഫെസ്റ്റിവലിൽ ഉണ്ടായ, മ്യൂസിക് ഫെസ്റ്റിവലിൽ ഉണ്ടായ അട്ടിമറി എന്താണ് അവിടെ സംഭവിച്ചതെന്നതിനെ കുറിച്ച് IDF ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ടുമായിട്ട് കഴിഞ്ഞ ദിവസം ഈ മരിച്ചവരുടെയൊക്കെ ബന്ധുക്കളെയൊക്കെ സമീപിച്ചവരെ നേരിട്ട് ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ IDF-ന് നേർക്ക് ഈ കുടുംബാംഗങ്ങളൊക്കെ വല്ലാതെ രോഷാകുലരായി സംസാരിച്ചു. കള്ളന്മാരെ, നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടും കൊണ്ട് പോകൂ, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത ഇസ്രയേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറയുന്നു, അവരുടെ ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ ഒരു പരിപാടിയിലാണ് അദ്ദേഹം പറയുന്നത്, സൗദിയുമായുള്ള നയതന്ത്ര ബന്ധം ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളിലാണ് ഇസ്രയേൽ എന്നൊക്കെയുള്ള കാര്യമാണ് ഐസക് ഹെർസോഗ് പറയുന്നത്. അവരുടെ ഒരു ആനുവൽ സെക്യൂരിറ്റി കോൺഫറൻസ്, ഒരു ചാനൽ നടത്തിയ കോൺഫറൻസിലാണ് സൗദി അറേബ്യയുമായി അടുക്കാനുള്ള താല്പര്യം അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ സൗദി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഫ്രീ പലസ്തീൻ, സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, അത് കഴിഞ്ഞ് നമുക്ക് ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാം. ഇതൊക്കെ പറയുമ്പോഴും ഈ മെയ് മാസം പകുതിയോടെ ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കുന്നു എന്നുള്ള വാർത്ത അതേതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇതിന്റെയൊക്കെ ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളുടെയൊക്കെ ഇടയിൽ ട്രംപിന്റെ സൗദി സന്ദർശനം, അതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നയപരമായ മാറ്റം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിലോ മറ്റോ ട്രംപിനുണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യമാണ്. അതേസമയം ഈ നെതന്യാഹുവിന്റെ ഹംഗറി സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഹംഗറി ICC-യിൽ നിന്ന്, ക്രിമിനൽ കോർട്ടിൽ നിന്ന് പിന്മാറിയതുമായി ബന്ധപ്പെട്ടും ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബ്രോക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. അത് സത്യത്തിൽ ഇന്നത്തെ ഒരു ദിവസം വല്ലാത്തൊരു നിർഭാഗ്യകരമായ ദിവസമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തെ സംബന്ധിച്ച് ഇതൊരു ബാഡ് ഡേ എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു മോശപ്പെട്ട ദിവസമാണ് എന്ന് പറയുന്നു. അതേസമയം അമേരിക്കയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്, പലസ്തീൻ അനുകൂല നിലപാടിന്റെ പേരിൽ വിചാരണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ഈ കസ്റ്റഡിയിലാണ്, ജയിലിലാണ്. മസൂദ് ഖലീലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിചാരണയിലേക്കുള്ള അദ്ദേഹത്തിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അമേരിക്കയിലെ ഒരു ജില്ലാ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. അതായത് ഈ ഇദ്ദേഹത്തെ ന്യൂയോർക്കിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയുള്ള ലൂസിയാനയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ഇപ്പോൾ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ന്യൂയോർക്കിൽ വിചാരണ നടത്തണം എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ കോടതി. സ്വാഭാവികമായിട്ടും അത് ട്രംപ് ഭരണകൂടത്തിനും ട്രംപിനുമൊക്കെ ഒരു തിരിച്ചടിയാണെന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു നീക്കം. അതേസമയം ഈ കൊളംബിയൻ സർവകലാശാലയുടെ മുമ്പിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തുടരുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നു, ഇപ്പോഴും ആ പ്രക്ഷോഭം തുടരുകയാണ്. ഈ നമ്മൾ മഹ്മൂദ് ഖലീലിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു തുർക്കിഷ് പെൺകുട്ടി, ഒരു റിസർച്ച് അവിടെ കൊളംബിയൻ സർവകലാശാലയിലെ റിസർച്ച് വിദ്യാർത്ഥിനിയായിരുന്ന ഒരു തുർക്കിഷ് പെൺകുട്ടി റുമൈസ ഓസ്തുർക്കിനെ പോലീസ് പട്ടാപ്പകൽ, ഈ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പട്ടാപ്പകൽ വന്ന് മുഖം മൂടിയൊക്കെ ഇട്ടുകൊണ്ടുവന്ന കുറെ ഏജൻസ്, അവരുടെ ഈ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്തയൊക്കെ, അത് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മഹ്മൂദ് ഖലീൽ മാത്രമല്ല, മഹ്മൂദ് ഖലീൽ അത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരാൾ മാത്രമാണ് എന്നും, അങ്ങനെ സമാനമായി അത്തരത്തിൽ അമേരിക്കൻ പോലീസും അമേരിക്കൻ ഭരണകൂടവും വേട്ടയാടുന്ന അത്തരത്തിലുള്ള ഇരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വലിയ പ്രക്ഷോഭം ഈ കൊളംബിയൻ സർവകലാശാലയുടെ മുൻപിൽ
നടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പശ്ചിമേഷ്യയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ. സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ, ഇസ്രയേല് ഗസയിൽ വളരെ വേഗം വെടിനിർത്താനുള്ള സാധ്യതകളൊന്നും ഈ സമയത്ത് വളരെ പ്രത്യക്ഷമായി കാണുന്നില്ല. കാര്യം ഈജിപ്തും ഖത്തറും ഒക്കെ മടുത്ത ഒരവസ്ഥയാണെന്ന് തോന്നുന്നു. അമേരിക്കയുടെ മൗനാനുവാദമുണ്ട്. അമേരിക്ക ഇസ്രയേലിന് തോന്നുന്ന പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോ അപലപനങ്ങൾ തുടരുന്നു. ഗസയിൽ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബോംബുകൾ വീണ് പൊട്ടിച്ചിതറി മരിക്കുന്നു എന്ന് പറയാം. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. വല്ലാത്തൊരു സാഹചര്യമാണ്. ഏതായാലും പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളുമായി വൈകാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം.